ഇതാ കുറച്ച് ഇഞ്ചി ഇതാ അവിടെ ഉണ്ട് കേട്ടോ. ഇത് ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിത് പറിച്ചെടുക്കാം കേട്ടോ. ഇതൊന്ന് പറിച്ചെടുത്തിട്ട് വരാം. ഇത് ഞങ്ങളുടെ കരിമ്പ് കണ്ടില്ലേ, കരിമ്പിൻ തോട്ടം. അപ്പം ഞാനിതാ ഇഞ്ചി അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. കഴുകി പറിച്ചെടുത്ത് ഇഞ്ചി കഴുകി നന്നായിട്ട് വലിയ നിങ്ങൾ വിചാരിക്കുന്നത് എന്താ വലിയ കഷ്ണത്തിൽ നിന്ന് ഇത് നന്നായിട്ട് വറുത്തെടുത്തിട്ട് പൊടിക്കണം. എൻ്റെ വീട്ടിലൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എൻ്റെ വീടെന്ന് പറഞ്ഞാൽ ഗുരുവായൂരൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുതാക്കിയിട്ട് നേരെ പുളിയിലേക്ക് ഇട്ട് കൊടുക്കുക ചെയ്യുക. ഇവിടെ അതല്ല ചെയ്യണേ. പുളിയൊക്കെ നല്ലോണം തിളച്ച് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റാണ് ഇഞ്ചി പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇഞ്ചി വറുത്ത് പൊടിക്കണം. ഇത് പച്ചമുളക് അരിഞ്ഞെടുക്കണം. കറിവേപ്പില ആവശ്യത്തിന് പറിച്ചെടുത്തിട്ടുണ്ട്. അതും ഇവിടെ ഉള്ളതാണ് കേട്ടോ. പിന്നെ ഞാൻ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പുളി ഇത്തിരി ചൂട് വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ. ഒരു വലിയൊരു നമ്മുടെ കൈ കൊണ്ട് ഒരു വടുകപ്പുളി നാരങ്ങയുടെ ചെറിയൊരു വടുകപ്പുളി നാരങ്ങയുടെ അത്രയും പുളിയാണ് ഞാൻ എടുത്തത് കേട്ടോ. ഇത് വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇനി ഇത് കുതിർന്നിട്ടുണ്ട്. ഇനി ഞാനിത് ഇത്തിരി കൂടി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരിച്ചെടുക്കണം. അരിപ്പയിൽ അരിച്ചെടുക്കണം. ഇത് നന്നായിട്ട് നമ്മൾ കയ്യൊന്ന് പിഴിഞ്ഞെടുത്തിട്ട് ഇതിലേക്ക് ഇങ്ങനെ അരിപ്പയിലേക്ക് ഇങ്ങനെ അരിച്ചെടുക്കണം കേട്ടോ. ലാസ്റ്റ് എല്ലാം കൂടി അങ്ങോട്ട് ഒഴിക്കാം നമുക്ക്. എന്നിട്ട് വേണമെന്താ ഇങ്ങനെ എല്ലാം അരിച്ചെടുക്കണം കേട്ടോ. പുളി ഇതാ ഞാൻ നന്നായിട്ട് പിഴിഞ്ഞെടുത്തു കണ്ടോ. ഫുള്ള് പിഴിഞ്ഞെടുത്ത് ഇതിലേക്ക് ആവശ്യത്തിന് ഒരു 1/4 ടീസ്പൂൺ, കാലല്ല അതിൽ ഇത്തിരി കൂടി കൂടുതൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുള്ളൂ, കാരണം പച്ചമുളക് നല്ല എരിവുള്ളതാണ്. എടുത്ത് വെച്ചിട്ടുണ്ട് കണ്ടില്ലേ. ഇത് അരിഞ്ഞിട്ട് വേണം ഇനി അതൊക്കെ വറുത്തെടുക്കാനുള്ളതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ശർക്കര ഇട്ട് കൊടുക്കേണ്ടതാണ്. ആവശ്യത്തിനുള്ള മധുരത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ചിലപ്പോൾ വേണമെങ്കിൽ ഇനി ഇടും. എനിക്ക് നല്ല മധുരം വേണം, അതാണ് എൻ്റെ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഇനി നമുക്ക് വേണമെന്ന് നോക്കിയിട്ട് ഇടാം. പച്ചമുളക് എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇഞ്ചി വറുക്കാനായിട്ട് ഞാൻ ചീനച്ചട്ടിയിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ ഒഴിച്ച് വറുക്കണം. അപ്പോൾ ഇതാ ഞാൻ ഗ്യാസ് കത്തിച്ചിട്ട് ഇതാ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. വലിയ 2 ഉണ്ട ശർക്കര ഇട്ട് നിങ്ങൾ കണ്ടല്ലോ. അത് കൂടാതെ ഞാൻ 2 എണ്ണം കൂടി ഇട്ടു കേട്ടോ. എനിക്ക് നല്ല മധുരം വേണം, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി ഇത് തിളയ്ക്കണം. തിളച്ച് നന്നായിട്ട് വറ്റണം. കുറുകി വരുന്ന പാകം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോഴല്ല, ഇപ്പോൾ ഇത് വെള്ളമരിയാണ് കണ്ടില്ലേ. ഇനി ഇത് വെള്ളമരി. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ വിറകടുപ്പിലാണ് വെക്കുക. വിറകടുപ്പിൽ വെക്കുകയാണെങ്കിൽ അവിടെ കിടന്ന് ഇങ്ങനെ തിളച്ച് വറ്റി ചോറൊക്കെ വെച്ച് കഴിയുമ്പോൾ അപ്പോൾ അതിങ്ങനെ തിളച്ച് വറ്റി നല്ല പാകമാവും. ഇവിടെ അടുപ്പില്ലല്ലോ. അപ്പോൾ അടുപ്പില്ലാത്ത കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഇവിടെ ആയിരുന്നു അടുപ്പുണ്ടായിരുന്നത്, അതൊക്കെ കളഞ്ഞിട്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ ആക്കിയത്. നേരത്തെ ഇട്ടത്